അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഹിജ്റ വർഷം 1447 നമ്മളോട് വിട പറഞ്ഞ് 1448 നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കലണ്ടറിൽ വർഷം മാറുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരേടാണ് മാറിപ്പോകുന്നത്. ഈ ഹദീസൊന്ന് നോക്കൂ. ലത്വായിഫുൽ മആരിഫിലാണ് ഈ ഹദീസുള്ളത്. മാമിൻ ഹാഫിളൈൻ യർഫഅനി ഇലല്ലാഹി സ്വഹീഫ. നമ്മുടെ നന്മതിന്മ എഴുതി വെക്കുന്ന മാലാഖമാർ അവരൊരു ഏടുമായിട്ട് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് പോകുമ്പോൾ ഫയറാ ഫി അവ്വലിഹ വഫി ആഖിരിഹ ഖൈറൻ, അതിൻ്റെ ആദ്യത്തിലും അതിൻ്റെ അവസാനത്തിലും നന്മ കാണുകയാണ്. ആ സമയത്ത് ഇല്ലാ ഖാലല്ലാഹു ലി മലായികതിഹി, അല്ലാഹു തആല അവൻ്റെ മാലാഖമാരോട് പറയും, ഉഷ്ഹിദുക്കും അന്നി ഗഫർതു ലി അബ്ദി, ഞാൻ സാക്ഷി നിർത്തുകയാണ് നിങ്ങളെ, എൻ്റെ അടിമക്ക് ഞാൻ എല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു. മാ ബൈന തൊർഫൈഹ, ആദ്യവും അവസാനവും നന്മയുണ്ട്, അതിൻ്റെ ഇടയിൽ എന്തു സംഭവിച്ചാലും ഞാനത് പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുമെന്ന് മുത്തുനബി പറയുന്ന ഒരു ഹദീസ് മഹാൻ ഉദ്ധരിക്കുകയാണ്. വർഷത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക, അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞ് തൗബ ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ, നാളെ ഒരുപക്ഷെ മുഹറം 1 അതൊരു വർഷത്തിൻ്റെ തുടക്കമാണ്. അവിടെയും നന്മകളെ കൊണ്ടും ഇസ്തിഗ്ഫാറുകളെ കൊണ്ടും നമുക്ക് ധന്യമാക്കാൻ പറ്റിയാൽ, വർഷത്തിൻ്റെ അവസാനവും വർഷത്തിൻ്റെ ആദ്യവും ഇസ്തിഗ്ഫാറുകളെ കൊണ്ടും നന്മകളെ കൊണ്ടും ധന്യമാക്കാൻ പറ്റിയാൽ, മാബൈന തൊറഫൈഹ, ആ വർഷത്തിനിടയിൽ സംഭവിച്ചത് അല്ലാഹു തആല വിട്ടുപുറത്തു തരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അതേ കിതാബിൽ തന്നെ ഇങ്ങനെയും കാണാം, വയതഅയ്യനു ഇഫ്തിതാഹുൽ ആമി ബിതൗബത്തിൻ നസൂഹ്, നിഷ്കളങ്കമായ തൗബ കൊണ്ടായിരിക്കണം ഒരു വർഷം ആരംഭിക്കേണ്ടത്. അപ്പോൾ ഇന്ന് അസ്തമയത്തിന് മുമ്പ് പരമാവധി അള്ളാഹുവിലേക്ക് മാപ്പപേക്ഷിക്കാൻ നമ്മൾ സന്നദ്ധത പ്രകടിപ്പിക്കുക. മുഹറം 1 നാളെയാവുകയാണെങ്കിൽ, ഇന്ന് അസ്തമിച്ചാൽ മാസം കണ്ട് മുഹറമാവുകയാണെങ്കിൽ അതൊരു വർഷത്തിൻ്റെ തുടക്കമാണ്. അന്നും പ്രാർത്ഥനകളെ കൊണ്ടും ഇസ്തിഗ്ഫാറുകളെ കൊണ്ടും മനസ്സറിഞ്ഞ തൗബ കൊണ്ടും നമ്മുടെ സമയങ്ങളെ ധന്യമാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് വിജയിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.